ഹലോ ഫ്രണ്ട്സ്, മാർച്ച് 14 ആദൂസിൻ്റെ ബർത്ത്ഡേ ആണ്, 4ാമത്തത്. അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ നമ്മൾ പരിപാടിയൊക്കെ വൈകുന്നേരത്തേക്കാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കുറേ പ്രോഗ്രാമുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ടുള്ള ഓമനപ്പുഴ ബീച്ചിൽ പോയിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ആലപ്പുഴ ബീച്ചിലേക്കാണ്. ആലപ്പുഴ ബീച്ച് എന്ന് വെച്ചാൽ നമ്മുടെ കാറ്റാടിയുടെ അവിടെയുള്ള ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നൈറ്റ് ലൈഫ് പോലെ കുറേ കടകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കുറേ സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം കേക്ക് കട്ടിങ്ങും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അളിയൻ്റെ ചേട്ടനും കൂടെ വരാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഇരുട്ടി വരുന്ന സമയത്താണ് നമ്മൾ ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കേക്കെല്ലാം കട്ട് ചെയ്തു. ഞങ്ങൾ കുറേ ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ അവന് വേണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുത്തതെന്ന് വെച്ചാൽ പിള്ളേരുടെ ബ്രെയിൻ ഡെവലപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയൊരു ലാപ്ടോപ്പ് എന്ന് വെച്ചാൽ അതൊരു ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ലാപ്ടോപ്പാണ്. ചെറിയ ഗെയിം കളിക്കാൻ പറ്റിയ ഒരു പിള്ളേരുടെ ലെവൽ പറ്റിയ ഒരു സംഭവമായിരുന്നു. അതിനുശേഷം പെങ്ങളും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾ വാങ്ങിച്ചു കൊടുത്തത് ഒരു സ്പീക്കറും മൈക്കും ആയിരുന്നു. അവന് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടാനൊക്കെ. കാര്യം അംഗൻവാടി പഠിപ്പിക്കുന്ന പാട്ടുകളൊക്കെ വീട്ടിലൊന്ന് പാടാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ആ ഒരു സംഭവം തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ ഇവിടെ കുറേ ഗെയിമിങ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലതുപോലെ അവൻ എക്സ്പ്ലോർ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയെന്ന് വെച്ചാൽ ആലപ്പുഴയിലുള്ള റാസി അറേബ്യയിലേക്കായിരുന്നു. അവിടെ നിന്നാണ് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ പിരിപരി മന്തിയായിരുന്നു. അത്യാവശ്യം നല്ല അടിപൊളി മന്തിയായിരുന്നു. എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്തു. നല്ലതുപോലെ കഴിക്കാനും പറ്റി എന്ന് വേണം പറയാൻ. കാര്യം ഞാൻ ഒരുപാട് കടയിൽ നിന്നും മന്തി കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ടേസ്റ്റ് എനിക്ക് മറ്റുള്ള കടകളിൽ നിന്ന് കിട്ടിയിട്ടില്ല. നല്ലൊരു അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് എല്ലാവർക്കും ആ ഒരു അഭിപ്രായം അങ്ങനെ തന്നെയായിരുന്നു. എല്ലാവരും നല്ലതുപോലെ കഴിച്ച് നല്ല മനസ്സ് തൃപ്തിയായിട്ടാണ് അവിടെ ആ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല ഭക്ഷണമായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. അതുവരെ ബൈ ബൈ.